ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഈ ഒരു പാർട്ട് കൊണ്ട് നമ്മൾ ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഈ കൈയുടെ ഭാഗം ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഇവിടെ വലിയതായിട്ട് വരയ്ക്കാനൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. പിന്നെ നമുക്ക് വരയ്ക്കാമെന്ന് വെച്ചാൽ ഡ്രസ്സിൻ്റെ ഭാഗം വരയ്ക്കാനുണ്ട്, അതുപോലെ നമുക്ക് ഫേസിൻ്റെ ഒരു ഭാഗം കൂടെ വരയ്ക്കാനുണ്ട്. അപ്പോൾ നമുക്കിനി ഫേസിൻ്റെ ഈ ഒരു ഭാഗം കൂടെ വരച്ചിട്ട് ഈ ഒരു ഫേസ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വരച്ചു തുടങ്ങി തന്നെ നമ്മൾ കണ്ണിൻ്റെ ആ ഭാഗം ജസ്റ്റ് ഒന്ന് വരയ്ക്കുന്നുണ്ട്. അപ്പം കണ്ണിൻ്റെ ആ ഭാഗം കുറച്ച് അവിടെ കാണുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ അതുപോലെ തന്നെ വരയ്ക്കുന്നുണ്ട്. ബാക്കി നമ്മൾ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ണാടിയുടെയൊക്കെ ഭാഗത്ത് നമുക്ക് നല്ല ഡാർക്ക് ഷെയ്ഡ് തന്നെ കൊടുക്കാം. അപ്പോൾ നിങ്ങളിലുള്ള ഡാർക്ക്നെസ് കൂടി പെൻസിൽ ഏതാണ് അത് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ 10B 8B ഒക്കെ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് കണ്ണിൻ്റെ പിരികം വരയ്ക്കാനുണ്ട്, അതുപോലെ മീശയുടെ കുറച്ച് ഭാഗം ബാക്കി വരയ്ക്കാനുണ്ട്. അതുപോലെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വരച്ച എങ്ങനെയാണ് അതുപോലെ നേർപ്പകുതി നമുക്ക് ഈ സൈഡിൽ വരയ്ക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോ കോളം നോക്കിയിട്ട് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുക. നമ്മൾ മെത്തേഡ് ഉപയോഗിച്ച് വരയ്ക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓരോ കോളം നോക്കി വരച്ചാൽ മതി. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ ഓരോന്നും കാണുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്നുണ്ടോ എന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. എന്നിട്ട് പിന്നെ ഡ്രോയിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് കുഴപ്പമില്ല, ഒരുപാട് ഡ്രോയിങ് വീഡിയോസ് ഈ ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ കണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് ഈസിയായിട്ട് ഡ്രോയിങ് പഠിക്കാവുന്നേ.
അപ്പോൾ നമുക്കിനി ആ ഡ്രസ്സിൻ്റെ ഭാഗം അതുപോലെ കഴുത്തിൽ കിടക്കുന്ന ആ മാലയും അരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പം വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ഈസിയായിട്ട് വരയ്ക്കാവുന്നേ ഉള്ളൂ.